ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് പല ഫ്രണ്ട്ഷിപ്പും എത്തിച്ചേരുന്നത്. ഹേ ഗായ്സ്, നിങ്ങളുടെ സ്വന്തം KT. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബൾട്ടി എന്ന സിനിമയെ കുറിച്ചാണ്. നമ്മുടെ കബഡി പോലത്തെ സ്പോർട്സ് ജോണർ വരുമ്പോൾ വെക്കുന്ന ഫ്രെയിംസ് ഉണ്ടല്ലോ, അതിന്റെ സെറ്റിങ്സ് ഉണ്ടല്ലോ, അത്ര സ്മൂത്ത് അല്ല, പക്ഷെ അത്ര ജിട്രി അല്ലാത്തൊരു സാധനം. അത് ഈ സിനിമയ്ക്ക് എന്തോരം ഭംഗി കൊണ്ടുവരുന്നുണ്ടെന്ന് അറിയോ? ഇവനുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു ഓറ ഇവന്. മതിലെ ചാടി കറങ്ങി വന്നിട്ട് ഇടിച്ചിട്ട് ഒരു അയൺമാൻ പോസ് ഉണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടതാ. കബഡി എന്നുള്ള ആ ഒരു സ്പോർട്ട് ഉണ്ടല്ലോ, നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റും. അത് ഗെയിം കളിക്കുമ്പോഴാണെങ്കിൽ പോലും. അത് മാത്രമല്ലാണ്ട് അത് ബേസ് ചെയ്തിട്ട് ഫൈറ്റ് കൊറിയോഗ്രാഫി ഉണ്ട്. ശരിയാണ്, ഞാൻ പറയാം, കുറച്ച് ലെങ്തി ആയിരുന്നു ആ ഭാഗങ്ങൾ. എല്ലാ ഫൈറ്റും കുറച്ച് ലെങ്തിയാ, ബട്ട് സ്റ്റിൽ നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. ഇടി തുടങ്ങി കഴിഞ്ഞാൽ മോനെ, ഇടിയുടെ ഒരു ഗ്രാഫ് ഉണ്ട്. നമ്മൾ ആദ്യം കാണുന്ന ഇടിയുടെ മോഡല്ല, പിന്നെ അവസാനത്തിലോട്ട് വരുന്ന ഒരു ഇടി, ചോരയുടെ അളവ് കൂടി വരും. പിന്നെ ഈ പടത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ കടം കൊടുക്കുന്ന വെട്ടിപ്പലിശ ടീമുണ്ടല്ലോ, നമുക്കൊരു 3 തരം ആൾക്കാരെ കാണിക്കും. സോഡാബാബു, ജീമ, പോർത്തമരൈ. അതും ഇവർ ഓരോരുത്തരും പലതരം ഗ്രൂപ്പ് ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് വെട്ടിപ്പലിശ കൊടുക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പാട്ടും എഡിറ്റിംഗ് നന്നായ ഫൈറ്റ് പൊളിക്കും. എനിക്കിപ്പോഴും ആ കബഡി സ്റ്റൈലിലുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, എന്താ ഒരു അഴകെന്നറിയാന്. അതും എന്തോ ഒരു മാച്ച് കട്ട് ഉണ്ടെന്നറിയാം അതിനകത്ത്. ക്യാമറയുടെ മൂവ്സ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ. ക്യാമറ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇതിൽ നല്ലോണം പഞ്ച് ചെയ്ത് കയറുന്നു, ഇങ്ങനെ കറങ്ങി വരുന്നു. ഒരുപാട് എഫേർട്ട് ഇതിലിട്ടിട്ടുണ്ട്. ഷെയ്ൻ നിഗത്തിന്റെ കാര്യം എടുത്തു പറയണം കേട്ടോ. പുള്ളിക്കാരൻ ഇതിൽ പിടിച്ചിരിക്കുന്ന ഒരു മീറ്റർ ഉണ്ട്. ഫസ്റ്റ് ഹാഫില് കബഡിയുടെ പരിപാടികൾ, പിന്നെ ലോക്കൽ ഫൈറ്റുകൾ. പക്ഷെ സെക്കൻഡ് ഹാഫിലുണ്ട് പുള്ളിക്കാരന്റെ കുറച്ച് ഇമോഷണൽ മീറ്റർ പിടിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അത്. എന്താ വെച്ചാൽ ഒരു ഫോൺ കോള് സീനൊക്കെ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. കണ്ടവര് പറ, ഒരു പ്രത്യേക ഒരു കുളിർ ആ സമയത്ത്. ഈ പടത്തിന് അത്രയും നല്ലൊരു കോറുണ്ട്, അത്രയും നല്ലൊരു സ്റ്റോറി ഇതിനകത്ത് വന്നിരിക്കുന്നത്. പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതെല്ലാം ആദ്യം തൊട്ട് ഒന്നുകൂടെ കേട്ടു നോക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യം കത്തും. അപ്പൊ ബൈ.